കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ജ്യോതിഷ വിഷയം കുടുംബക്ഷേത്രവും പരദേവതകളും. ഞാൻ മുമ്പൊരിക്കൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, കുടുംബ ദേവതകളെയും പരദേവതകളെയൊക്കെ ഉദ്ദേശിച്ച്. അതായത് കുടുംബക്ഷേത്രം അറിയാത്തവർക്ക് കുടുംബക്ഷേത്രം കണ്ടുപിടിക്കുന്നതിനുള്ള മാർഗങ്ങളും ഞാനതിൽ വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിനെ സംബന്ധിച്ച് ചില ആൾക്കാർക്കുള്ള ഒരു സംശയ നിവാരണവും കൂടി ഇപ്പം ഞാൻ നടത്താൻ പോയി. പലർക്കും ഈ കുടുംബക്ഷേത്രം എന്താൽ അത് അച്ഛൻ വഴിയാണോ അല്ലെങ്കിൽ അമ്മ വഴിയാണോ എന്നൊരു സംശയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കുടുംബക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അച്ഛൻ വഴിയാണെന്നാണ് അതിൻ്റെ സത്യവും. അമ്മ വഴിയേ കുടുംബക്ഷേത്രം ഉണ്ടാവും. അച്ഛൻ്റെയും അമ്മക്കും കുടുംബക്ഷേത്രങ്ങൾ ഉണ്ടാവും. ഈ രണ്ട് കുടുംബക്ഷേത്രത്തിനും പോകുന്നതിൽ ഒരു തെറ്റുമില്ല, രണ്ടുമിടത്തും പോവുകയും വേണം. എന്നാൽ മുൻഗണന കൊടുക്കേണ്ടത് അച്ഛൻ വഴിയുള്ള കുടുംബക്ഷേത്രത്തിനാണ്. അതായത് ഒരു സ്ത്രീയെ ഒരു പുരുഷൻ വിവാഹം ചെയ്ത് അവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരും. ആ വിവാഹത്തോടെ ആ പെൺകുട്ടിക്ക് ആ വീടുമായിട്ടുള്ള ബന്ധം തീർന്നു പോരുകയാണ് എന്ന് വിചാരിച്ച് അവർ അച്ഛനും അമ്മനെയോ സഹോദരങ്ങളെയൊക്കെ കാണാൻ വീട്ടിലേക്ക് ചെല്ലരുതെന്ന് അങ്ങനെയൊന്നുമല്ല ഞാൻ പറയുന്നത്. ആ കുടുംബമായിട്ടുള്ള ബന്ധം തീർന്നു പോരുകയാണ്. പിന്നെ അവരുടെ കുടുംബം, ആ പെൺകുട്ടിയുടെ കുടുംബം അവരുടെ ഭർത്താവിൻ്റെ കുടുംബമാണ്. ആ ഭർത്താവിൽ നിന്നുള്ള സന്തതി പരമ്പരകളാണ് അവിടെ ഇനി ഉണ്ടാകാൻ പോകുന്നത്, ഇല്ലേ? പെൺകുട്ടി ആ ഭർത്താവിൻ്റെ കുടുംബത്തിൽ വന്ന് ചേർന്നാൽ ആ ഭർത്താവിൻ്റെ കുടുംബമാണ് ആ പെൺകുട്ടിയുടെ കുടുംബം. പിന്നെ അപ്പോൾ ആ ഭർത്താവിൽ നിന്നുള്ള സന്തതി പരമ്പരകൾ ആ ഭാര്യയും ഭർത്താവിൽ നിന്നുണ്ടാവുന്ന, പിന്നെ ഭർത്താവിൻ്റെ വീടും ഭർത്താവിൻ്റെ ആയിട്ടുള്ള മക്കളും ആ കുടുംബങ്ങളും ഒക്കെ ആയിട്ടാണ് അവർക്ക് ബന്ധം. അപ്പൊ ആ തീർച്ചയായിട്ടും ആ ഭർത്താവിൻ്റെ മുൻ തലമുറകൾ ആരാധിച്ചു വരുന്ന ക്ഷേത്രമില്ലേ, അതിനല്ലേ മുൻതൂക്കം കൊടുക്കേണ്ടത്. അപ്പൊ പിതാവിൻ്റെ ക്ഷേത്രമാണ് ഒരു കുടുംബക്ഷേത്രമായിട്ട് ആദ്യം നമുക്ക് കാണുന്നത്. അപ്പൊ ഇനി പലർക്കും വീണ്ടും സംശയം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതാണ് പലരും എന്നോട് ഫോണിൽ കൂടിയും അല്ലാതെയൊക്കെ വിളിച്ചു ചോദിച്ചതിനുള്ള മറുപടി ഇതാണ്. അച്ഛൻ വഴിയാണ് കൂടുതലും നമ്മൾ ആചരിക്കേണ്ടത്. അമ്മ വഴിയുള്ള കുടുംബക്ഷേത്രം വിട്ടുകളയണമെന്ന് ഞാൻ പറയുന്നില്ല. ആ ദേവതയും ആചരിക്കണം, വന്ദിക്കണം, അവിടെയും പോകണം. എന്നാൽ മുൻതൂക്കം കൊടുക്കുന്നത് അവൻ്റെ അച്ഛൻ വഴിയുള്ള കുടുംബക്ഷേത്രം ആയിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ കുടുംബ പരദേവതയെ പറ്റിയാണ് ഞാനിപ്പോൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. കുടുംബ പരദേവതയെ മറന്നുകൊണ്ട് നമ്മ ഒരു കാര്യം ചെയ്യരുത്. ചെയ്താൽ ഒട്ടും ഗുണമുണ്ടാകുകയില്ല. പത്തമ്മ ചമഞ്ഞാലും പെറ്റമ്മയാകില്ല, ഇല്ലേ? ഒരു ചൊല്ലാണത്. എത്ര അമ്മമാരുണ്ടായാലും പെറ്റമ്മയോളം വരുമോ മറ്റമ്മമാര്, ഇല്ലേ? എത്ര അമ്മമാരുണ്ടായാലും പെറ്റമ്മോളം വരില്ല ഒരമ്മമാരും. ഒരു പെറ്റമ്മക്ക് തുല്യമാണ് ഒരു കുടുംബ പരദേവത. നമ്മുടെ പെറ്റമ്മക്ക് തുല്യമാണ് നമ്മുടെ കുടുംബ പരദേവതയും. ഒരു വീടിൻ്റെ അല്ലെങ്കിൽ ഒരു തറവാടിൻ്റെ രക്ഷകയാണ് കുടുംബ പരദേവത. ഒരു വീടിൻ്റെ അല്ലെങ്കിൽ ഒരു തറവാടിൻ്റെ അല്ലെങ്കിൽ ആ തറവാടിൻ്റെ സന്തതി പരമ്പരകളുടെ രക്ഷകയാണ്. ആ തറവാട്ടിൻ്റെ സന്തതി പരമ്പരകളായുള്ളവരുടെ രക്ഷകയാണ് ആ കുടുംബ പരദേവത. അപ്പൊ ആ കുടുംബ പരദേവതയെ മറന്നുകൊണ്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്താലും അത് അവർക്ക് ഫലിക്കില്ല എന്നാണ് എനിക്ക് പറയുന്നത്. ഒരു വീടിന് വിളക്കാണ്, ഒരു തറവാടിന് വിളക്കാണ്. ആ തറവാടിലെ സന്തതി പരമ്പരകൾക്കുള്ള വിളക്കാണ് പരദേവത. ആ പരദേവതയെ വന്ദിക്കണം. കുടുംബ പരദേവതയെ പരിപാലിക്കാതെ മറ്റ് ദേവതകളെ പരിപാലിച്ചിട്ട് ഒരു കാര്യവും ഇല്ലെന്നാണ് ഞാൻ പറയുന്നത്. അതായത് കുടുംബ പരദേവതയെ വന്ദിക്കാതെ മറ്റ് ദേവതകളെ ആരാധിച്ചിട്ട് ഒരു കാര്യമില്ല എന്നാണ് വസ്തുത. കുടുംബക്ഷേത്രത്തിലെ വഴിപാട് നടത്താതെ മറ്റ് ക്ഷേത്രത്തിൽ വാരിയും കോരിയും കൊടുത്തിട്ട് ഒരു കാര്യവുമില്ല. കുടുംബക്ഷേത്രത്തിലൊന്നും ചെയ്യില്ല. മറ്റു ക്ഷേത്രത്തിൽ പോയി വാരിയും കോരിയും കൊടുത്തിട്ട് എന്താ കാര്യമുള്ളത്? ഒരു കാര്യവുമില്ല. അതുകൊണ്ട് ഒരു നേട്ടവും ഉണ്ടാവില്ല, ഇല്ലേ? സ്വന്തം അമ്മയെ പട്ടിണിക്ക് ഇട്ടിട്ടാണ് മറ്റൊരമ്മക്ക് ഭക്ഷണം കൊടുക്കുന്നത്, ഇല്ലേ? അതില്ല അതിന് ശരി. അതായത് സ്വന്തം അമ്മയെ വീട്ടിൽ പട്ടിണിക്ക് ഇട്ടിട്ട് മറ്റമ്മക്ക് വേറെ പുറത്തമ്മക്ക് കൊണ്ടൊന്ന് ഭക്ഷണം കൊടുത്താൽ ആ പെറ്റ വയറ് ശപിക്കില്ലേ?
അത് തന്നെയാണ് ഒരു കുടുംബ പരദേവതയും ചെയ്യാൻ പോകുന്നത് അല്ല ചെയ്യുന്നത്. അപ്പൊ കുടുംബ പരദേവതക്ക് ഒന്നും കൊടുക്കാതെ മറ്റ് ദേവതകൾക്ക് കൊടുത്താൽ അതുകൊണ്ട് ഫലമില്ല എന്നാണ്. അങ്ങനെയുള്ളവന് ഗതി പിടിക്കേയില്ല, അങ്ങനെയുള്ളവന് ഗതി പിടിക്കില്ല. മറ്റൊന്ന്, പെറ്റമ്മയെ തെരുവിലിറക്കിയിട്ട് മറ്റൊരമ്മയെ തേരിലേറ്റിയാൽ എന്താണ്? സ്വന്തം അമ്മയെ, വീട്ടിലെ സ്വന്തം അമ്മയെ റോട്ടിലിറക്കി നിർത്തിയിട്ട് മറ്റൊരമ്മയെ തേരിലേറ്റിക്കൊണ്ട് നടന്നാല അതുപോലെയല്ലേ ഇത്? അപ്പൊ സ്വന്തം അമ്മയ്ക്ക് കൊടുക്കാനുള്ളത് സ്വന്തം അമ്മക്ക് കൊടുത്തിട്ടേ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പാടുള്ളൂ. പെറ്റമ്മയുടെ മനസ്സ് നൊന്താൽ എത്ര സൽസന്താനങ്ങളായാലും ഒരുവനും മേൽഗതി ഉണ്ടാവില്ല, തീർച്ചയാണ്. കാരണം ഒരു പെറ്റമ്മയുടെ മനസ്സ് നൊന്താൽ അവൻ എത്ര സൽപുത്രനാണെങ്കിലും ശരിയാണ്, അല്ലെങ്കിൽ സൽപുത്രി ആണെങ്കിലും ശരിയാണ്, അവർക്കൊരു ഗതി ഉണ്ടാകില്ല. അതാണ് എൻ്റെ സാരം. ഇത് തന്നെയാണ് ഒരു കുടുംബ പരദേവതയും നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്, ഇല്ലേ? അവർക്ക് അവരുടേതായ കാര്യങ്ങൾ അവർക്ക് കിട്ടണം. കിട്ടാണ്ട് വരുമ്പോൾ പ്രശ്നങ്ങളുണ്ടാവും. അതായത് ചുരുക്കി പറഞ്ഞാൽ ഒരു തള്ളക്കോഴി സ്വന്തം കുഞ്ഞുങ്ങളെ തൻ്റെ ചിറകിനടിയിലാക്കി ഒരു കാക്കക്കും ഒരു വിട്ടുകൊടുക്കാതെ എങ്ങനെയാണോ സംരക്ഷിക്കുന്നത്, അതായത് തൻ്റെ കുഞ്ഞുങ്ങളെ ഒരു തള്ളക്കോഴി തൻ്റെ ചിറകിനടിയിലാക്കി കാക്കക്കും കൊടുക്കാതെ സംരക്ഷിക്കുന്നത് എങ്ങനെയാണ്? അതുപോലെയാണ് ഒരു കുടുംബ പരദേവതയും സ്വന്തം ഭക്തന്മാരെയും തൻ്റെ കുടുംബാംഗങ്ങളെയെല്ലാം ആ ദേവത പരിപാലിച്ചു പോരുന്നത്. അങ്ങനെ ആയിരിക്കും 100% അക്കാര്യത്തിൽ ഒരു സംശയമില്ല. അതുകൊണ്ട് കുടുംബ പരദേവതയെ കണ്ടുപിടിക്കാത്തവർ കുടുംബ പരദേവതയെ കണ്ടുപിടിച്ച് വഴിപാട് നടത്തുകയും കുടുംബ പരദേവതയെ കണ്ടുപിടിച്ചിട്ടും അത് അവിടെ തിരിഞ്ഞു നോക്കാതെ ഇരിക്കുന്നവർക്ക് അതിൻ്റെ ദോഷങ്ങളും അനുഭവിക്കേണ്ടി വരും എന്നാണ് എനിക്ക് പറയാനുള്ളത്. കുടുംബ പരദേവതയുടെ ശാപം മേടിച്ചാൽ ഏത് പുണ്യതീർത്ഥത്തിൽ പോയി മുങ്ങിക്കുളിച്ചാലും ആ പാപം അല്ലെങ്കിൽ ആ ശാപം തീരില്ല. കുടുംബ പരദേവതയുടെ ശാപം ഏറ്റുവാങ്ങിയാൽ ഏത് പുണ്യതീർത്ഥത്തിൽ മുങ്ങിയാലും ശരിയാണ്, ഒരു രക്ഷയില്ല, ഒരു പാപമോചനം കിട്ടില്ല. ഞാനൊരു കാര്യം പറയും, അതായത് ഈ കുടുംബ പരദേവതക്ക് നിങ്ങളൊന്നും കൊടുക്കണ്ട. നിങ്ങൾക്ക് അവിടെ ചെന്ന് ആ ദേവതയെ ഒന്ന് കണ്ടുകൂടെ? കുടുംബ പരദേവതക്ക് നിങ്ങൾക്ക് കൊടുക്കാനൊന്നുമില്ലെങ്കിൽ കൊടുക്കണ്ടെന്ന്. അവിടെ കൊടുക്കണ്ട, നമുക്ക് കൊടുക്കാൻ കഴിയില്ല, അല്ല കൊടുക്കാൻ വഴിയില്ല, അപ്പം അതുകൊണ്ട് കൊടുക്കണ്ട. എന്നാൽ അവിടെ ചെന്നൂടെ? സ്വന്തം അച്ഛനും അമ്മയും മക്കളെ കാത്തിരിക്കുമ്പോൾ നമ്മളുടെ അടുത്ത് കൊടുക്കാനൊന്നുമില്ല എന്നും കരുതി അച്ഛൻ്റെ അമ്മയുടെ അടുത്തും പോകാതിരിക്കൂ? ഒന്നുമില്ലെങ്കിലും അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും ചെന്ന് അവരെ അനുഗ്രഹം മേടിക്കുക, അവരോട് പറയാ ഇന്ത്യയിലൊന്നും തരാനില്ല അച്ഛാ അമ്മേ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആ മാതാപിതാക്കൾ ക്ഷമിക്കൂലേ? അതുപോലെ തന്നെയാണ് ഒരു പരദേവതയോട് ചെന്ന് കാര്യങ്ങൾ പറഞ്ഞാൽ, അമ്മേ എനിക്കൊന്നും തരാനില്ല, അല്ലെങ്കിൽ എൻ്റെ ഭഗവാനെ, എൻ്റെ ഭഗവതിയെ എനിക്കൊന്നും തരാനില്ല, എന്നോട് ക്ഷമിക്കണം, ഇതാ 1 രൂപ നാണയമുള്ളൂ, ഞാനിതിവിടെ സമർപ്പിച്ചിട്ട് പോകുകയാണ്, എന്നെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ആ കുടുംബ പരദേവത ആ ഭക്തനെ അല്ലെങ്കിൽ ആ കുടുംബത്തിൽപ്പെട്ട വ്യക്തിയെ സംരക്ഷിക്കും. ഇനി 1 രൂപ നാണയം പോലും എടുക്കാൻ ആ സമയത്തില്ലെന്ന് വെച്ചു, ഒരു പൂവെങ്കിലും ചെന്ന് ഒരു പുഷ്പമെങ്കിലും കൊണ്ടേ ചെന്നിട്ട് ആ കുടുംബ പരദേവത ക്ഷേത്രത്തിൽ നടക്കൽ വെച്ചിട്ട് പ്രാർത്ഥിക്കുക, അമ്മേ എനിക്ക് 1 രൂപ തൊട്ടുപോലും ഇവിടെ സമർപ്പിക്കാൻ ഇല്ലാത്ത ഒരു സമയമാണ്, ഞാനിതാ ഒരു പുഷ്പം മാത്രമേ
അമ്മക്ക് സമർപ്പിക്കുന്നുള്ളൂ. ഇത് സ്വീകരിച്ച് എന്നെ അനുഗ്രഹിക്കണം അമ്മേ എന്ന്, അല്ലെങ്കിൽ എൻ്റെ ഭഗവാനെ ഭഗവതിയെ എന്ന് മനസ്സിൽ നല്ലപോലെ മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ അവൻ്റെ കഷ്ടകാലം അവിടെ തീരും. ഒരു സംശയമില്ല. ചെന്നിട്ട് പ്രായശ്ചിത്തം ചൊല്ലണം. അവിടെ കുടുംബക്ഷേത്രത്തിൽ പോകാതെ ഇരുന്ന് ചെല്ലുന്നവരാണെങ്കിൽ അവിടെ പ്രായശ്ചിത്തം ചൊല്ലി പ്രാർത്ഥിക്കണം. ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി, ഞങ്ങൾ ഇവിടെ വരാൻ സാധിച്ചില്ല, ഇപ്പം അമ്മയെ കാണാൻ വന്നിരിക്കണേന് അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകണം, അല്ലെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം ഞങ്ങൾക്കുണ്ടാകണം എന്നെല്ലാം വളരെ മനസ്സുരുകി പ്രാർത്ഥിച്ച് പ്രായശ്ചിത്തം ചൊല്ലി പോന്നാൽ തീർച്ചയായിട്ടും ആ കുടുംബ പരദേവതകൾ നിങ്ങളെ അനുഗ്രഹിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സും ശരീരവും ശുദ്ധമായിരിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ നമ്മളുടെ മനസ്സും ശരീരവും നമുക്ക് ശുദ്ധമായിരിക്കണം. കുടുംബക്ഷേത്രത്തിൽ എപ്പോഴും പോകണമെന്നില്ല. ഇപ്പൊ പലരും പറഞ്ഞു ഇപ്പൊ എപ്പോഴും കുടുംബക്ഷേത്രത്തിൽ പോകണോ, എപ്പോഴും കുടുംബക്ഷേത്രത്തിൽ പോകണോ? പോകാൻ പറ്റുന്നവർ പോയാൽ മതി, അല്ലാത്തവര് എപ്പോഴും കുടുംബക്ഷേത്രത്തിൽ പോകണമെന്ന് ഞാൻ പറയുന്നില്ല. കുടുംബക്ഷേത്രത്തിൽ ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് പോയിക്കൂടെ നിങ്ങൾക്ക്? ഇനി അകലെയുള്ളവരാണ്, അവർക്ക് എപ്പോഴും കുടുംബക്ഷേത്രത്തിൽ പോകാൻ പറ്റില്ല. ഇനി അടുത്തുള്ളവരൊക്കെ ആണെങ്കിൽ ഇടക്കൊക്കെ ഒന്ന് ചെന്ന് കാണാം. ഇനി അല്ലാത്തവരാണെങ്കിൽ ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് കുടുംബക്ഷേത്രത്തിൽ പോകാൻ പറ്റില്ലേ? അങ്ങനെ ആ കുടുംബക്ഷേത്രത്തിൽ നിങ്ങൾ ചെന്ന് കണ്ടാൽ, കുടുംബക്ഷേത്രത്തിൽ പോയാൽ ആ ഭഗവതിയുടെ അല്ലെങ്കിൽ ആ ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും. അതേപോലെ തന്നെ നാട്ടിലുള്ള ഭക്തന്മാർ, നാട്ടിലുള്ളവർ അവരുടെ കുടുംബക്ഷേത്രത്തിൽ ചെന്ന് ദർശനം നടത്തണം, കഴിയുള്ള വഴിപാടുകൾ അവിടെ ചെയ്യണം. അതോടൊപ്പം അവരുടെ കുടുംബത്തോടെ നിന്ന് പ്രാർത്ഥിക്കുന്നതാണ് എപ്പോഴും നല്ലത്, ഇല്ലേ? നമ്മുടെ മുത്തശ്ശന്മാരെയൊക്കെ നമ്മ കാണാൻ ചെല്ലുമ്പോൾ നമ്മുടെ കുടുംബസമേതം ചെല്ലുകയാണെങ്കിൽ അവർക്ക് എന്ത് സന്തോഷമായിരിക്കും നമ്മളെ കാണുമ്പോൾ, ഇല്ലേ? ഒരു മുത്തശ്ശനും മുത്തശ്ശിയും വീട്ടിലിരിക്കുകയാണ്, അവരുടെ മരുമക്കളും പേരക്കിടാങ്ങളൊക്കെ കുടുംബത്തോടൊപ്പം ആ മുത്തശ്ശനെയും കാണാൻ ചെല്ലുമ്പോൾ അവർക്ക് എന്ത് സന്തോഷമായിരിക്കും. അതുപോലെ ഒരു കുടുംബ പരദേവതയ്ക്കും ഉണ്ടാവും, കാര്യത്തിൽ സംശയമൊന്നുമില്ല. വിശേഷ ദിവസങ്ങളിലും ഉത്സവങ്ങളിലും പതിവായി ക്ഷേത്ര ദർശനം നടത്തണം. അതുപോലെ വിശേഷ ദിവസങ്ങളിൽ, അതുപോലെ ക്ഷേത്രത്തിലെ ഉത്സവ ദിവസങ്ങളിലൊക്കെ അവിടെ ചെന്ന് ക്ഷേത്ര ദർശനവും ക്ഷേത്ര കാര്യങ്ങളിൽ സഹകരിക്കേണ്ട കാര്യങ്ങളിലൊക്കെ സഹകരിക്കുകയും കഴിയുന്ന സഹായങ്ങൾ ചെയ്യുകയും വേണം കുടുംബക്ഷേത്രത്തിൽ. ഇതൊക്കെ ഒരു കുടുംബത്തെ ചെയ്യുന്ന പോലെ തന്നെ ക്ഷേത്രത്തിലും ചെയ്യണം. നമ്മുടെ കുടുംബത്തിലെ ഒരു കാര്യം വരുമ്പോൾ നമ്മളവിടെ നിന്ന് മാറി നിൽക്കോ? ഇല്ലില്ല, നമ്മൾ അതിന് സഹകരിച്ചല്ലേ പോകേണ്ടത്. അപ്പോൾ അതേപോലെ തന്നെയാണ് കുടുംബക്ഷേത്രത്തിൽ ഒരു കാര്യം വരുമ്പോൾ നമ്മൾ ആ കുടുംബത്തിലെ അംഗം എന്ന നിലക്ക്, അല്ലെങ്കിൽ നമ്മുടെ കുടുംബക്ഷേത്രത്തിലെ ഒരു അനുഭാവി എന്ന നിലക്ക്, അല്ലെങ്കിൽ ഒരു ഭക്തൻ എന്ന നിലക്ക് നമുക്ക് അവിടെ ചെന്ന് ആ കാര്യങ്ങളിലൊക്കെ സഹകരിച്ച് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നമ്മൾക്ക് ആ കുടുംബ പരദേവതയുടെ ആനുകൂല്യം, അവരുടെ അനുഗ്രഹങ്ങൾ ഒക്കെ നമ്മൾക്ക് കിട്ടും. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് കുടുംബ പരദേവതയെ വന്ദിക്കാതെ വേറൊരു ദേവതയെ വന്ദിക്കാൻ പോയാൽ അതിന് ഗുണം കിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.